നെൽകൃഷിക്കും കേര കർഷകർക്കും ഭീഷണിയായി അധിനിവേശ സസ്യങ്ങൾ കാസർകോട്ടെ പാടശേഖരങ്ങളിലും തെങ്ങിൻ പറമ്പുകളിലും വ്യാപിക്കുന്നു. 50 ഏക്കറോളം വരുന്ന കൃഷിസ്ഥലത്ത് കുളവാഴയും വാടിയിലയും നിറഞ്ഞു കിടക്കുകയാണ്. പിലിക്കോട് പടന്ന ഗ്രാമപഞ്ചായത്തുകളിലെ വയലുകളിലാണ് കളസസ്യങ്ങൾ വ്യാപകമായത്. വർഷങ്ങളായി തരിശായി കിടക്കുന്ന കൃഷിഭൂമിക്ക് സമാനമാണ് പാടശേഖരങ്ങളിലെ കാഴ്ചകൾ. കുളവാഴയും ആഫ്രിക്കൻ പായലും വടേലയും പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയാത്ത വിധം വേരുറപ്പിച്ചു കഴിഞ്ഞു. തീരദേശ മേഖലയിലാണ് ഇവ കൂടുതലായി വ്യാപിച്ചത്. അധിനിവേശ സസ്യങ്ങൾ മണ്ണിലെ ജൈവാംശത്തെ വലിയ രീതിയിൽ വലിച്ചെടുക്കുന്നത് രണ്ടാം വിള നെൽകൃഷിക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. കൃഷിയോഗ്യമല്ലാത്ത അവസ്ഥയിൽ കർഷകർ വല്ലാത്ത നിരാശയിലാണുള്ളത്. കുളവാഴകൾ പൂർണ്ണമായും മാറ്റാതെ അവർക്കവിടെ ഒന്നാം വിളയോ രണ്ടാം വിളയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് കൃഷിവകുപ്പ് പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ചെറുകിട കർഷകർ അവർ കൃഷിയിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. പാടശേഖരങ്ങൾ, തെങ്ങിൻ പറമ്പുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇവ നീക്കം ചെയ്യുവാൻ കൃഷിഭവൻ മുഖാന്തരം നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്.